ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് പറയാൻ പോകുന്നത് എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ബുക്കിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരെ പോലെ തന്നെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. എല്ലാ വർഷവും ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കും. എൻ്റെ ഹാബിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം, എൻ്റെ സ്വഭാവത്തിന് ചെറിയ മാറ്റം വരുത്തണം, എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റം വരുത്തണം എന്നൊക്കെ. പക്ഷേ എങ്ങനെ മാറ്റം വരുത്താം, എങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, എങ്ങനെ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാം എന്നൊക്കെ കുറേ ഇങ്ങനെ നോക്കിയെങ്കിലും എനിക്കതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വർഷം ഞാൻ എൻ്റെ ഒരു ചെറിയ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മണിക്കൂറുകളോളം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബുക്ക് വായിക്കാൻ, ഒരു ഹാഫ് ആൻ അവർ ഒരു ബുക്ക് വായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ബുക്കാണ് 30 Days ചേഞ്ച് ഹാബിറ്റ്സ് ചേഞ്ച് ലൈഫ് എന്ന് പറഞ്ഞ ബുക്ക്. ഫീൽഡിലായതുകൊണ്ട് തന്നെ മെഡിക്കൽ ബുക്സ് അല്ലാതെ വേറെ എക്സ്ട്രാ ആയിട്ട് വായിക്കണം എന്ന് എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് പുതിയൊരു ബുക്ക് വായിച്ചുകൂടാ എന്നെനിക്ക് തോന്നി. ഞാൻ വായിക്കാൻ തുടങ്ങിയ ബുക്കാണ് 30 Days ചേഞ്ച് ഹാബിറ്റ്സ് ചേഞ്ച് ലൈഫ് എന്ന് പറയുന്ന ബുക്ക്. ആ ബുക്ക് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. അതിലെ ഓരോ വാക്കുകളും, അതിലെ ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ് അങ്ങനെ മാറും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ നിങ്ങളിലോട്ടും ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പോൾ അതിനായിട്ടാണ് ഈ വീഡിയോ. നമ്മളൊരു കാര്യം കാണുന്ന രീതി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ കാര്യം മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ജീവിതകഥയിൽ, നമ്മുടെ ലൈഫ് എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മുടെ പാസ്റ്റ് എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മുടെ ഫ്യൂച്ചർ നമ്മളാണ് എഴുതുന്നത്, നമ്മൾ തീരുമാനിക്കുന്നത് എന്താ നമ്മുടെ ഫ്യൂച്ചർ ആയിരിക്കണമെന്ന്. അപ്പം നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ചെയ്യുന്ന നമ്മുടെ സ്റ്റോറി, നമ്മുടെ കഥ എന്താണോ, ആ കഥയിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം വേണം നമ്മളത് ചെയ്യാൻ. ഇപ്പോൾ ഈ നിമിഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയാണ്. നമ്മുടെ ഓരോ ചേഞ്ചസും നമ്മുടെ ഭാവിയിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണ്. നമുക്ക് നമ്മുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, നമുക്ക് മാറ്റാം. കാരണം നമ്മുടെ കഥയിലെ നായകനും എഴുത്തുകാരനും സംവിധായകനും എല്ലാം നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമേ കഴിയുള്ളൂ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണമെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്തൂടെ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? ഇന്ന് തൊട്ട്, ഈ നിമിഷം തൊട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഹാബിറ്റ് ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന്. എല്ലാവരും പറയും, എനിക്ക് സമയമൊന്നുമില്ല. എന്നാൽ എല്ലാവർക്കും ഒരു 5 minutes എങ്കിൽ 5 minutes സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എല്ലാവർക്കും ഉണ്ട്. ഒരു 5 minutes, ഞാൻ കൂടുതലൊന്നും പറയില്ല, ഒരു 5 minutes, ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് 5 minutes. ആ ഒരു 5 minutes നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ വലുതായിരിക്കും.